രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇറങ്ങി വരുന്നു. ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നിയുക്ത മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് എല്ലാ മന്ത്രിമാരുടെയും ലിസ്റ്റ് ആയ ശേഷം പ്രഖ്യാപിക്കാനായിരിക്കും. എന്തായാലും നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ ആവശ്യമുണ്ട്. ടി എസ് ഹരികൃഷ്ണൻ ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അവിടെ നിന്ന് കൂടിക്കാഴ്ച അവസാനിപ്പിച്ചു, മടങ്ങി. പക്ഷേ ചെന്നിത്തല ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം നൽകിയിട്ടില്ല. പക്ഷേ അന്തരീക്ഷം വളരെ പോസിറ്റീവാണ് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമാണ് ഉണ്ടാകേണ്ടത്, അറിയേണ്ടത്. ഹരികൃഷ്ണനുണ്ട്. ഹരി, പറയൂ. ഹരി, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ടോ? വളരെ നിർണായകമായ ചർച്ചയായിരുന്ന ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നിയുക്ത മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല. നമുക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഉണ്ട്. ടി എസ് ഹരികൃഷ്ണയെ കിട്ടണം. പ്രതികരിച്ചിട്ടില്ല വി ഡി സതീശൻ. ഹരി, എന്താണ് അവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു സന്തോഷമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, അങ്ങനെ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം മുൻപ് ചോദിച്ചതുപോലെ തന്നെ വീണ്ടും ഇവിടെ വെച്ച് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പ്രതികരിച്ചില്ല. ഇവിടെ വന്ന ഒരു അനുരഞ്ജന ചർച്ച, അതായത് രമേശ് ചെന്നിത്തലയുടെ പരിഭവം മാറ്റി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ സി എമ്മിൻ്റെ ഭാഗത്തു നിന്ന്, നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വന്നില്ല. സന്തുഷ്ടനായി തന്നെയാണ് അദ്ദേഹം പോയത്. പക്ഷേ എങ്കിലും ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല. എനിക്ക് തോന്നുന്നു ഇനി പോയി ഉച്ചയ്ക്ക് ശേഷം യോഗമുണ്ട്, ഘടകകക്ഷികളുടെ യോഗം കഴിഞ്ഞതിന് ശേഷം ഉഭയകക്ഷി ചർച്ച നടത്തിയതിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു യോഗം കൂടി ചേരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ തീരുമാനവും ആയതിനു ശേഷം മാധ്യമങ്ങളെ അറിയിക്കാം എന്നുള്ള ഒരു നിലപാടായിരിക്കും അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. കാരണം കഴിഞ്ഞ 2 തവണ മാധ്യമങ്ങളോട് സംസാരിക്കാൻ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോഴും നിയുക്ത മുഖ്യമന്ത്രി പ്രതികരിക്കാതെയാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആ ചർച്ച കൂടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കും. നിയുക്ത മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ പോസിറ്റീവാണ് അന്തരീക്ഷം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ടി എസ് ഹരികൃഷ്ണ അവിടെ നിന്ന്. എന്തായാലും മുഖ്യമന്ത്രി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.